welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് നല്ല ക്രീമി മഷ്റൂം സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മഴക്കാലമായാലും നമ്മുടെ മുറ്റത്തൊക്കെ ധാരാളം കൂണുകൾ മുളച്ച് വരാറുണ്ട്. അങ്ങനെ കിട്ടിയ മഷ്റൂം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന ഏത് ടൈപ്പ് മഷ്റൂം ആണെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ മഷ്റൂം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വിശദമായിട്ട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മഷ്റൂം മസാല റൈസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, വേണ്ടവർ കണ്ടു നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ടൈപ്പ് മഷ്റൂമാണ് എനിക്ക് കിട്ടിയത്. അത് നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം കഴുകി സ്കിന്നൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, എന്നാൽ മാത്രമേ നമ്മുടെ ക്രീമി മഷ്റൂം സൂപ്പ് അല്പം റിച്ചായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തോന്നുള്ളൂ. അപ്പം ബട്ടറൊക്കെ കുറഞ്ഞു പോകാതെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റുക. അതിനകത്തേക്ക് ഒരു വലിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എല്ലാം തീരെ ചെറുതായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വാടി വരുമ്പോഴേക്കും 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. മസാല നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് 2 കപ്പോളം അരിഞ്ഞു വെച്ച മഷ്റൂം ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഒരൽപ്പം കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വെന്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു 1/4 ഭാഗം നമുക്ക് കോരി മാറ്റി ഒന്ന് അരച്ചെടുക്കണം. ഒരു 1/4 ഭാഗം മാത്രം അരയ്ക്കാതെ അതിനകത്ത് വെച്ചേക്കുക. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബാക്കിയുള്ളതും കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2.5 കപ്പോളം പാല് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് സൂപ്പ് എത്രത്തോളം വേണം എന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2.5 കപ്പ് തന്നെ വെള്ളവും 2.5 കപ്പ് പാലും ഒക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ പാലും വെള്ളമൊക്കെ കുറച്ച് ചേർക്കുക. ഒരല്പം ലൂസായിട്ട് കിടക്കുന്ന സൂപ്പാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാലും വെള്ളവും കൂട്ടിക്കൊടുക്കാം നമുക്ക്. ഇനി ഇത് നന്നായിട്ട് തീ കൂട്ടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് അതിനകത്തെ കോൺഫ്ലവറെല്ലാം നന്നായിട്ട് വെന്ത് നല്ല തിക്കായി വരണം. അപ്പോഴേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് വ്യത്യാസം നമുക്ക് വരുത്താം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 2-3 ടീസ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ക്രീമി മഷ്റൂം സൂപ്പാണ്, അപ്പോൾ ആവശ്യത്തിന് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തിക്കാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരല്പം 5-6 കാഷ്യൂ നട്ട്സ് വെള്ളത്തിയിട്ട് കുതിർത്ത് അരച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 6 കപ്പോളം സൂപ്പ് നമുക്ക് ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ച് ചെയ്താൽ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.